ഹായ് എവരി വൺ, ലേൺ തെലുഗു ത്രൂ മലയാളം. നമ്മൾ തെലുഗു ഗ്രാമറിൽ, തെലുഗു വ്യാകരണത്തിൽ എങ്ങനെയൊക്കെയാണ് വർത്തമാനകാലത്തിലും ഭാവി കാലത്തിലും സെൻറ്റൻസ് ഉണ്ടാക്കുന്നത് എന്ന് നമ്മൾ ഓൾറെഡി കവർ ചെയ്തായിരുന്നു. ഇനി നമുക്ക് ബാക്കിയുള്ളത് ഭൂതകാലമാണ്, പാസ്റ്റ് ടെൻസ് ആണ്. എന്നോട് കുറേ പേര് ചോദിക്കുന്നുണ്ട് എപ്പോഴാണ് എൻ്റെ വീഡിയോ വരുന്നതെന്ന്. അത് ഉടനെ ഉണ്ടാവും. മിക്കവാറും അടുത്ത വീഡിയോയിലോ അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത വീഡിയോ നമ്മളിത് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് വേറൊരു കാര്യമാണ്. ഈ അടുത്ത് എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് ചോദിച്ചു, തെലുങ്കിൽ ഉണ്ടു എന്ന് പറഞ്ഞൊരു വാക്ക് കേട്ടിട്ടുണ്ടല്ലോ, അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മുടെ മലയാളത്തിലെ ഉണ്ടു പോലെ തന്നെയാണോ, അതിൻ്റെ അർത്ഥം തന്നെയാണോ എന്ന്. അപ്പം ഞാൻ ആ സുഹൃത്തിനോട് പറഞ്ഞു, തെലുങ്കിൽ മാത്രമല്ല കന്നഡയിലും തമിഴിലും ഉണ്ട് ഉണ്ടു, പക്ഷേ ഇതെല്ലാത്തിനും വേറെ വേറെ അർത്ഥങ്ങളാണെന്ന് പറഞ്ഞു. അന്നേരം സുഹൃത്തിനോട് ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ ഇതിനെ പറ്റിയൊരു വീഡിയോ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇതിനെന്താ, അങ്ങനെയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾ സ്ഥിരമായി തെലുഗു കേൾക്കുന്ന ഒരാളാണെങ്കിൽ ഈ ഉണ്ടു എന്ന് പറഞ്ഞ വാക്കിൻ്റെ ഒപ്പം ഉണ്ടണ്ടി എന്നും ഉണ്ട്ര എന്ന് പറഞ്ഞ വേറൊരു വാക്ക് കൂടി കേട്ടിട്ടുണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്താണ് തെലുങ്കിലെ ഉണ്ടു, ഉണ്ടണ്ടി, ഉണ്ട്ര? ഓക്കെ, അത് പഠിക്കുന്നതിന് മുൻപ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വേറൊരു കാര്യമുണ്ട്. ഞാൻ മുൻപ് പറഞ്ഞു തന്നിട്ടുണ്ട് വേറൊരു വീഡിയോയിൽ, പക്ഷേ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ അവർക്ക് വേണ്ടി ഞാൻ പറയുകയാണ്. തെലുങ്കിൽ എങ്ങനെയാണ് ഉണ്ട് എന്ന് പറയുന്നത്, ഒപ്പം എങ്ങനെയാണ് ഇല്ല എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ മുൻപ് പറഞ്ഞു തന്നിട്ടുള്ളതുപോലെ തെലുങ്കിൽ ഒറ്റ വാക്കായിട്ട് ഉണ്ട് എന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷേ നിങ്ങളോട് ചോദിക്കുകയാണ് എങ്ങനെയാണ് തെലുങ്കിൽ ഉണ്ടെന്ന് പറയുന്നത്, ഞാൻ പറയും ഉന്തി എന്നാണ് ആ വാക്ക്. ഉന്തി എന്നത് ഉന്നതി എന്നതിൻ്റെ ഷോർട്ട് ഫോമാണ്. ഉന്നതി എന്നൊക്കെ ഈ ടെക്സ്റ്റ് ബുക്കിൽ മാത്രം നമ്മൾ കാണാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ സിനിമകളിലൊക്കെ കാണാൻ പറ്റും. പക്ഷേ ഉന്തി അതാണ് കറക്റ്റായ വാക്ക് സംസാര ഭാഷയിൽ. ഇനി ഈ ഉന്തി എന്ന് പറഞ്ഞ വാക്ക് എല്ലാ വാക്കുകളുടെ ഒപ്പം ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഒരു ഉദാഹരണത്തിന്, ഞാനുണ്ട് എന്ന് പറയാനായിട്ട് ഞാനെന്ന് പറഞ്ഞ വാക്കായ നേനു എന്നതിൻ്റെ ഒപ്പം ഉന്തി എന്ന് പറയാൻ പറ്റത്തില്ല. നേനു ഉന്തി അല്ല, അതിന് വരേണ്ടത് ഉണ്ണാനു ആണ്, നേനു ഉണ്ണാനു. അതേപോലെ തന്നെ നുവ്വു എന്ന് പറഞ്ഞ വാക്ക്, നീ എന്ന് പറഞ്ഞ വാക്ക് വരികയാണെങ്കിൽ നുവ്വു ഉണ്ണാവു ആണ്. മീരു ആണെങ്കിൽ, താങ്കളാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളെല്ലാവരും ഒരു ബഹുവചനമോ അല്ലെങ്കിൽ ബഹുമാനം കൊടുത്ത് പറയുന്ന വാക്കാണെങ്കിൽ മീരു ഉണ്ണാരു ആണ്. അതേപോലെ തന്നെ വാള്ളു, വാരു വരുവാണെങ്കിൽ ഉണ്ണാരുവാണ്. അവനെന്ന് പറഞ്ഞ വാക്കായ തനു, അതനു, വാടു, അതടു എന്നൊക്കെ പറഞ്ഞ വാക്ക് വരികയാണെങ്കിൽ ഉണ്ണാടുവാണ്. ഈ അവൾ എന്ന് പറയാനും അല്ലെങ്കിൽ എന്തെങ്കിലും വസ്തുക്കൾക്കോ ജീവനില്ലാത്തതിനോ മൃഗങ്ങൾക്കൊക്കെയാണ് നമ്മൾ ഉന്തി എന്ന് പറഞ്ഞ വാക്ക് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ ഇടയിൽ പറയാൻ വിട്ടുപോയ രണ്ട് വാക്കുകളാണ് നമ്മളുണ്ട്, പിന്നെ ഞങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ എന്ന് പറഞ്ഞ വാക്ക് മനം അല്ലെങ്കിൽ മനമുവാണല്ലോ, പിന്നെ ഞങ്ങൾ എന്ന് പറയാനായിട്ട് മേമുവാണ്. ഈ രണ്ടിനും കൂടി ഉണ്ട് എന്ന് പറയാനായിട്ട് ഒറ്റ വാക്കാണുള്ളത്, അത് ഉണ്ണാമുവാണ്. നമ്മളുണ്ടെന്ന് പറയാനായിട്ട് മനമുണ്ണാമു, പിന്നെ ഞങ്ങളുണ്ടെന്ന് പറയാനായിട്ട് മേമുണ്ണാമു. അപ്പം അങ്ങനെ കുറച്ച് റിസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ട്. ഒരു ഉണ്ട് എന്ന് പറയാനായിട്ട് ഒറ്റ വാക്കായിട്ടില്ല. അതേപോലെ തന്നെ ഇല്ല എന്ന് പറയാനായിട്ടും ലേതു മാത്രമല്ലല്ലോ, ലേനു, ലേഡു, ലേരു എന്ന് പറഞ്ഞ 3 വാക്കുകളും കൂടിയുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി ഞാൻ മുൻപ് വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് പോയി ആദ്യം കാണുക, നിങ്ങൾ കൺഫ്യൂഷൻ ഉണ്ടാവുന്നുണ്ടെങ്കിൽ. ഓക്കെ, നമുക്ക് ഇന്നത്തെ വിഷയത്തിലോട്ട് വരാം. ഉണ്ടു. ഉണ്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ട് എന്നാണോ? അല്ല. പക്ഷേ ഉണ്ടായിരിക്കുക എന്ന് പറഞ്ഞ ഒരു വാക്കുണ്ടല്ലോ മലയാളത്തിൽ, ഇതിന് ഉണ്ടു എന്ന് പറഞ്ഞ ഈ തെലുഗു വാക്കുമായിട്ട് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഭാവഭേദം വരുത്തിക്കഴിഞ്ഞാൽ നമുക്ക് ആ വാക്ക് കിട്ടും. പക്ഷേ ആദ്യം ഉണ്ടു എന്ന് പറഞ്ഞ വാക്കിൻ്റെ പ്ലെയിനായ അർത്ഥം പറയാം. ഉണ്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കന്നഡയിൽ ഇരു എന്നും തമിഴിൽ ഇരു എന്നൊക്കെ പറയുന്ന ഒരു അർത്ഥമാണ്. അപ്പോൾ ഈ നമ്മൾ മലയാളത്തിൽ അതിന് കൃത്യമായൊരു വാക്കില്ലാത്തതുകൊണ്ടാണ് ഞാൻ ആദ്യം കന്നഡയും തമിഴും പറഞ്ഞത്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്ന നേരത്ത് ആരെങ്കിലും നമ്മൾ ഡിസ്റ്റർബ് ചെയ്യുകയാണെങ്കിലോ അല്ലെങ്കിൽ നമ്മളോട് വേഗം വരാൻ പറയുകയാണെങ്കിലോ നമ്മളവരോട് നിൽക്ക് അല്ലെങ്കിൽ ഇരിക്കി നമ്മൾ പറയാറുണ്ടല്ലോ. നമ്മളവരോട് എഴുന്നേറ്റ് നിൽക്കാനോ അല്ലെങ്കിൽ താഴെ ഇരിക്കാനോ അല്ല ഉദ്ദേശിക്കുന്നത്, ഒന്ന് വെയിറ്റ് ചെയ്യുന്നതാണ്. കൃത്യമായിട്ട് വെയിറ്റ് ചെയ്യുക എന്നല്ല ഈ വാക്കിൻ്റെ അർത്ഥം. അതിന് വേറെ വാക്കുണ്ട്. ഇപ്പോൾ മലയാളത്തിൽ തന്നെ കാത്തിരിക്കുക എന്ന് പറഞ്ഞ വാക്കുണ്ട്. പക്ഷേ അതല്ലാതെ തന്നെ നിൽക്ക് അല്ലെങ്കിൽ ഇരിക്കി, 1 മിനിറ്റ് ഞാൻ ഇതൊന്ന് തീർത്തിട്ട് വരട്ടെ എന്നൊക്കെ നമ്മൾ പറയുമല്ലോ. അപ്പോൾ ആ ഒരു സംഭവമാണ് ഈ തെലുങ്കിലെ ഉണ്ടു എന്ന് പറഞ്ഞ വാക്ക്. ഇതിന് ബഹുമാനത്തോടെ പറയുന്നതാണ് ഉണ്ടണ്ടി. ഓക്കെ, ഇനി ബഹുമാനമില്ലാതെ നമ്മൾ കൂട്ടുകാരോടൊക്കെ, സമപ്രായക്കാരോടോ കുട്ടികളോടോ അല്ലെങ്കിൽ കൂട്ടുകാരോടോ ഒക്കെ പറയുന്നൊരു വാക്കാണ് ഉണ്ട്ര. കാരണം ഞാൻ പറയുന്നത് റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ എന്ന് പറഞ്ഞൊരു അർത്ഥമാണ്. ഓക്കെ,
ഡി എന്ന് പറയുന്നത് വേ എന്നും പറയും. പക്ഷേ സാധാരണ ഉണ്ട്ര എന്നും പറയാറുണ്ട് പെൺകുട്ടികൾ അവർക്കിടയിൽ തന്നെ. അപ്പം ഉണ്ടു, ഉണ്ടണ്ടി, ഉണ്ട്ര എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് വെയിറ്റ് ചെയ്യൂ, ഒന്ന് നിൽക്ക്, ഒന്ന് ഇരിക്കി, ഒന്ന് ഇതൊന്ന് ഞാൻ തീർത്തോട്ടെ എന്നുള്ള ഒരു അർത്ഥത്തിലുള്ള ഉപയോഗിക്കുന്നൊരു വാക്കാണ്. ഓക്കെ, ഇനി ഞാൻ ആദ്യം പറഞ്ഞ ആ ഉണ്ട് എന്ന് പറഞ്ഞ വാക്കുണ്ടല്ലോ, അതിൻ്റെ ഭാവികാലം, വർത്തമാനകാലം, ഭൂതകാലം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മലയാളത്തിൽ ഉണ്ടെന്ന് പറഞ്ഞതിൻ്റെ ഭാവികാലം എന്താണ്? ഉണ്ടാകും. അതിൻ്റെ വർത്തമാനകാലത്തിൽ ഉണ്ട് എന്ന് തന്നെയാണ്, പക്ഷെ നമ്മൾ ഉണ്ടായിരിക്കുന്നു എന്ന് കൂടി പറയുമല്ലോ. പിന്നെ ഭൂതകാലം ഉണ്ടായിരുന്നു. ഇതിനകത്ത് ഈ ഭൂതകാലം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ വാക്ക് എങ്ങനെയാണ് പറയുന്നതെന്ന് ഞാൻ അടുത്തൊരു വീട്ടിൽ പറഞ്ഞു തരാം. കാരണം അതിനൊറ്റ വാക്കായിട്ട് പറയാൻ പറ്റത്തില്ല. ഞാൻ ഉണ്ടായിരുന്നു, നീ ഉണ്ടായിരുന്നു, അവളുണ്ടായിരുന്നു, അവനുണ്ടായിരുന്നു, എല്ലാത്തിനും വേറെ വേറെ വാക്കുകളാണ്. അപ്പം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വെറും ഭാവികാലം മാത്രമാണ്. ഭാവികാലത്തിൽ ഞാൻ ഉണ്ടാകും, നീ ഉണ്ടാകും, അവനുണ്ടാകും, അവളുണ്ടാകും എന്നൊക്കെ പറയുന്ന വാക്കുകൾ എങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പം ആദ്യം നമുക്ക് ഭാവികാലം വെച്ച് തുടങ്ങാം. ഞാനുണ്ട് എന്ന് പറയാനായിട്ട് നേനു ഉണ്ണാനു എന്നാണല്ലോ. ഇനി ഞാൻ ഉണ്ടാകും എന്ന് പറയാനായിട്ട് നേനു ഉണ്ടാനു. നമ്മൾ ഈ മലയാളത്തിൽ നമ്മൾ ഈ ഉണ്ട എന്ന് പറയുന്ന പോലെ പറയാൻ പാടില്ല. ഇത് ഉണ്ടാനു അല്ല, ഉണ്ടാനു ആണ്. ഉണ്ടാനു. ഇനി ഞാൻ ഉണ്ടാകാം എന്ന് പറയാനായിട്ട് നേനു ഉണ്ടാ, അത്രയും പറയുള്ളൂ. നു എന്ന് പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ നേനു ഉണ്ടാനു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഉണ്ടാകും. നേനു ഉണ്ടാ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഉണ്ടാകാം. ഓക്കെ, ഐ ഷാൾ എന്ന് പറഞ്ഞ ഇംഗ്ലീഷിൽ പറയുന്നത്. അടുത്തത് നീ ഉണ്ട് എന്ന് പറയുന്നത് നുവ്വു ഉണ്ണാവു എന്നാണല്ലോ. ഇനി നീ ഉണ്ടാകും എന്ന് പറയുന്നത് നുവ്വു ഉണ്ടാവു. അതേപോലെ തന്നെ നിങ്ങൾ, താങ്കൾ, മീരു ഉണ്ണാരു എന്നാണ് നിങ്ങളുണ്ട് അല്ലെങ്കിൽ താങ്കളുണ്ട് എന്ന് പറഞ്ഞ വാക്ക് വരുന്നത്. ഇപ്പം താങ്കൾ ഉണ്ടാകും എന്ന് പറയാനായിട്ട് മീരു ഉണ്ടാരു. ഓക്കെ, അപ്പം അതേപോലെ തന്നെ ണ എന്ന് പറഞ്ഞത് ണ്ട എന്നാക്കി കഴിഞ്ഞാൽ ഒരുവിധം എല്ലാ വാക്കുകളും കിട്ടും. അടുത്തത് അവൻ അല്ലെങ്കിൽ അവൾ. ഓക്കെ, ആദ്യം അവൻ പറയാം. അവൻ എന്ന് പറയാനായിട്ട് വാടു, അതടു, തനു, അതനു എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പം അതിനൊക്കെ ഈ ഉണ്ട് എന്ന് പറഞ്ഞ വാക്ക് വരുന്ന നേരത്ത് ഉണ്ണാടു ആണ്, വാടുണ്ണാടു, അതടു ഉണ്ണാടു എന്നൊക്കെ. പക്ഷേ ഭാവി കാലത്തിൽ ഉണ്ടാകും, അവനുണ്ടാകും എന്ന് പറയാനായിട്ട് വാടു ഉണ്ടാടു അല്ലെങ്കിൽ അതടു ഉണ്ടാടു അല്ലെങ്കിൽ തനു അതനു എല്ലാം ഉണ്ടാടു. ഒരു വ്യത്യാസം വരുന്നത് അവൾ എന്ന് പറഞ്ഞ വാക്കിനും അല്ലെങ്കിൽ അത് എന്ന് പറഞ്ഞ വാക്കിനും മാത്രമാണ്. അപ്പം അവൾ അല്ലെങ്കിൽ അത് എന്ന് പറയുന്നത് അവളുണ്ടെന്ന് പറയാനായിട്ട് ആമേ ഉന്തി അല്ലെങ്കിൽ അതുണ്ടെന്ന് പറയാനായിട്ട് അതി ഉന്തി എന്നാണല്ലോ പറയുന്നത്. ഇവിടെ അവളുണ്ടാകും അല്ലെങ്കിൽ അത് ഉണ്ടാകും എന്ന് പറയാനായിട്ട് ആമേ ഉണ്ടുന്തി, ആമേ എന്ന് പറഞ്ഞ വാക്കിന് പകരം തനു എന്ന് പറഞ്ഞ വാക്ക് ഉപയോഗിക്കാം. ഓക്കെ, തനു ഉണ്ടുന്തി അല്ലെങ്കിൽ അതി ഉണ്ടുന്തി. നമ്മൾ അല്ലെങ്കിൽ ഞങ്ങൾ എന്ന് പറഞ്ഞ വാക്ക് വെച്ച് പറഞ്ഞിട്ടില്ല, അതും പറഞ്ഞുതരാം. അപ്പം നമ്മളെന്ന് പറയാനായിട്ട് മനമു എന്നാണല്ലോ. മനം ഉണ്ണാമു, അത് ഉണ്ടാമു എന്നായി മാറും. അതേപോലെ തന്നെ ഞങ്ങൾ ഉണ്ട് എന്ന് പറയാനായിട്ട് മേമു ഉണ്ണാമു എന്നത് ഞങ്ങൾ ഉണ്ടാകും എന്ന് പറയാനായിട്ട് മേമു ഉണ്ടാമു. ഇനി ഒരു വാക്ക് കൂടി പറഞ്ഞ് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. അത് ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞ വാക്കാണ്. അപ്പം ഇതിന് ഞാനുണ്ടെങ്കിലെന്നോ, നീ ഉണ്ടെങ്കിലെന്നോ, അവനുണ്ടെങ്കിലെന്നോ, അവളുണ്ടെങ്കിലെന്നൊക്കെ പറയുന്ന നേരത്ത് ഒരു വ്യത്യാസവുമില്ല. എല്ലാത്തിനും ഒരേ വാക്ക് തന്നെയാണ്. അതാണ് ഉണ്ടേ. ഓക്കെ, അപ്പം നേനുണ്ടേ എന്ന് വെച്ചാൽ ഞാനുണ്ടെങ്കിൽ, നീ ഉണ്ടെങ്കിൽ എന്ന് പറയാനായിട്ട് നുവുണ്ടേ, അല്ലെങ്കിൽ വാടുണ്ടേ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവനുണ്ടെങ്കിൽ. ഓക്കെ, അപ്പം ഞാൻ തൊട്ട് മുൻപ് പറഞ്ഞു തന്ന വീഡിയോയിൽ പറഞ്ഞു തന്ന വാക്ക് അണ്ടേ എന്നാണ്. അതായിട്ട് കൺഫ്യൂഷൻ ആവരുത്. അണ്ടേ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉണ്ടേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടെങ്കിൽ. ഓക്കെ, ഉണ്ടേ അണ്ടേ രണ്ടും വേറെ വേറെയാണ്. നമ്മളിപ്പോൾ തന്നെ പഠിച്ച ഈ വാക്കുകൾ സെൻറ്റൻസിൽ ഉപയോഗിക്കാനായിട്ട് ഞാൻ 2 വാക്കുകൂടി പറഞ്ഞു തരാം. അവിടെ എന്ന് പറയാനായിട്ടും അല്ലെങ്കിൽ ഇവിടെ എന്ന് പറയാനായിട്ടും. അവിടെ എന്ന് പറയാനായിട്ട് അക്കട എന്നാണ് വാക്ക്, ഇവിടെ എന്ന് പറയാനായിട്ട് ഇക്കട എന്നാണ്. അപ്പം ഞാൻ അവിടെ ഉണ്ടാകും എന്ന് പറയാനായിട്ട് നേനു അക്കട ഉണ്ടാനു, നേനക്കട ഉണ്ടാനു. ഓക്കെ, അക്കട ഉണ്ടാനു എന്ന് എടുത്തെടുത്ത് പറയേണ്ട അക്കട ഉണ്ടാനു എന്ന് പറഞ്ഞാലും മതി. അല്ലെങ്കിൽ ഈ ചോദ്യം ചോദിക്കാനായിട്ട് ഇപ്പം ഞാൻ ഉണ്ടാകുമോ എന്ന് നമ്മൾ ചോദിക്കാറില്ല, അല്ലെങ്കിൽ ഞങ്ങളുണ്ടാകുമോ നമ്മൾ ചോദിക്കാറില്ല, നമ്മളുണ്ടാകുമെന്ന് ചോദിക്കാറില്ല. നമുക്ക് അവനുണ്ടാകുമോ അവളുണ്ടാകുമോ എന്നൊക്കെ ചോദിക്കാം. അതിന് ഈ ഉണ്ടാവൂ എന്നത് വാ എന്നാക്കിയാൽ മതി. ഉണ്ടാവാ. ഓക്കെ, നുവ്വ് ഉണ്ടാവാ, നുവ്വ് അക്കട ഉണ്ടാവാ എന്ന് വെച്ച് കഴിഞ്ഞാൽ നീ അവിടെ ഉണ്ടാകുമോ. മീരു അക്കട ഉണ്ടാരാ എന്ന് വെച്ചാൽ താങ്കൾ അവിടെ ഉണ്ടാകുമോ. അല്ലെങ്കിൽ വാടു ഇക്കട ഉണ്ടാടാ, അവൻ ഇവിടെ ഉണ്ടാകുമോ. ആമേ ഉണ്ടുന്തി എന്നാണല്ലോ, അവൾ ഉണ്ടാകും.
ഇനി അവൾ ഉണ്ടാകുമോ എന്ന് ചോദിക്കാനായിട്ട് ആമെ ഉണ്ടുന്ത, ആമെ അക്കടുണ്ടുന്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ അവിടെ ഉണ്ടാകുമോ, ആമെ ഇക്കടുണ്ടുന്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ ഇവിടെ ഉണ്ടാകുമോ. ഓക്കെ, അതേപോലെ തന്നെ ഇപ്പോഴും ഞാൻ വേറൊരു വാക്ക് ഓർത്തത് ഈമെ എന്ന് വെച്ചാൽ ഇവൾ. അപ്പം ഈമെ ഇക്കടുണ്ടുന്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൾ ഇവിടെ ഉണ്ടാകുമോ. അപ്പോൾ നമുക്കങ്ങനെ ഈ ഉണ്ണാടു എന്നത് ഉണ്ണാടാ, ഉണ്ണാരു എന്നത് ഉണ്ണാര, ഉണ്ടുന്തി എന്നത് ഉണ്ടുന്ത എന്നൊക്കെ ആക്കി കഴിഞ്ഞാൽ ചോദ്യമായി. അപ്പം ഇത്രയും പറയുന്നുള്ളൂ. എല്ലാം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. ഇതിൻ്റെ കണ്ടിന്യൂഷനുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.